ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തല്. നമ്മുടെ റിനിയുടെ മുഖംമൂടിയൊക്കെ അഴിഞ്ഞങ്ങ് വീണല്ലോ. രാത്രി 12 മണിക്ക് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു പുരുഷനെ വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് പറയും? എന്തെങ്കിലും സംശയങ്ങൾ തീർക്കാനൊക്കെ വിളിക്കുകയാണെന്ന് പറയാം, അല്ലെങ്കിൽ കുശലം പറയാൻ വിളിച്ചതാണെന്ന് പറയാം, അല്ലെങ്കിൽ പിന്നെ വെറുതെ ഒരു രസത്തിന് വിളിച്ചു എന്നും പറയാം. പക്ഷെ വീഡിയോ കോൾ എല്ലാം കഴിഞ്ഞ് ടെലഗ്രാം വഴി എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യൂ എന്ന് പറയുമ്പോഴും നമ്മൾ എന്ത് വിചാരിക്കണം? ഹേയ്, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം റിനി ചേച്ചിക്ക് പരാതികളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? ഹൂ കെയേഴ്സ് എന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ, പേരും പറഞ്ഞിട്ടില്ല, പരാതിയുമില്ല. പക്ഷേ ശ്രീനാദേവി കുഞ്ഞമ്മ ഞെട്ടിക്കുന്ന പല വെളിപ്പെടുത്തലുകളും ഇതാ ഇങ്ങ് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. രാഹുൽ മാങ്കുട്ടത്തിലിനെ മനഃപൂർവ്വം ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ രംഗത്ത് വന്നത് എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ നിൽക്കില്ല. അത് കോടതി തീരുമാനിക്കേണ്ട വിഷയങ്ങളാണ്. അതുവരെ നമുക്ക് ഇങ്ങനെ ക്രൂശിക്കേണ്ട കാര്യമില്ല. ഇപ്പോ പല ആളുകളെയും ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടെന്നുള്ളതാണ്. മാധ്യമ വിചാരണയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോ കോള് വിളിച്ചതും ചാറ്റിനും ക്ഷണിച്ചതും ഒക്കെ ഈ നടിയാണെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ആ ഒരു ശബ്ദ സന്ദേശങ്ങളൊക്കെ ഒന്ന് കേൾക്കാം. ഞെട്ടുമെന്നൊന്നും എനിക്കറിയില്ല, നിങ്ങളൊന്ന് കേട്ടോക്ക്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയിൽ നിന്ന് പരിചയപ്പെട്ട് ആദ്യത്തെ 24 മണിക്കൂറിനകം തനിക്ക് മോശം അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ ഒരാളെക്കുറിച്ച് ഞാനും കണ്ടു. അങ്ങനെയുള്ള ഒരാളെ ഏതാണ്ട് 24 മാസങ്ങൾ കഴിയുമ്പോഴും ആ സമയത്ത് കൃത്യമായി പറഞ്ഞാൽ രാത്രി 12:28 ഉച്ചയ്ക്കല്ല, രാത്രി 12:28 വീഡിയോ കോൾ ചെയ്ത് എന്തിനായിരുന്നു ഈ വ്യക്തി? എന്താണ് എന്റെ മാം, ഇങ്ങനെയൊന്നും പറയല്ലേ. അത് തമാശക്കാണ്, വെറുതെ കുശലം ചോദിക്കാനൊക്കെ വിളിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ടാണ്. അറിയാത്ത കാര്യങ്ങൾ പറയില്ല ചേച്ചി. റിനിയോട് മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു, അതുകൊണ്ട് റിനി അങ്ങ് അവോയ്ഡ് ചെയ്ത് ഒഴിവാക്കി. അത് കഴിഞ്ഞ് കുറെ കാലത്തിന് ശേഷം ഒരു വീഡിയോ കോൾ രാത്രി 12 മണിക്ക് ശേഷം വിളിച്ചിട്ട് ഇപ്പൊ എന്തിപ്പോ തെറ്റുള്ളത്? ഇതൊന്നും ഒരു വലിയ തെറ്റായിട്ട് കാണില്ല എന്റെ പൊന്നു മാഡം. ബാക്കി കേട്ടാട്ടെ. പരിചയപ്പെട്ടപ്പോൾ ഞാൻ ഒരു വനിത എന്നെ എനിക്ക് ഒരാളോട് സംസാരിക്കുന്നു. 24 മണിക്കൂറിനുള്ളിൽ ഒരു മോശം എക്സ്പീരിയൻസ് ഉണ്ടായാൽ അവിടെ ഒരു ബ്ലോക്ക് അവിടെ അവസാനിച്ചു. അല്ലാതെ ഞാൻ കുറെ നാൾ തുടരുകയും നാൾ കഴിയുമ്പോൾ ഞാൻ രാത്രി കാലങ്ങളിൽ അങ്ങോട്ടേക്ക് വീഡിയോ കോൾ ചെയ്യുകയും എന്നിട്ട് പ്ലീസ് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്നൊരു മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ, ആവർത്തിച്ചത് പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ടുണ്ട് എങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്ന മാനിപ്പുലേഷൻ എന്ന് സ്വാഭാവികമായിട്ടും സംശയം തോന്നും. ഇത് സംശയിക്കാനൊന്നുമില്ല. ഇത് മായാവിയിലെ കുട്ടൂസനും ലുട്ടാപ്പിയും ഒക്കെ എന്തൊക്കെയാണ് അവസ്ഥ എന്ന് ചോദിക്കാൻ വിളിച്ചതാകും. സ്വാഭാവികമായിട്ടും ആ ഒരു സമയത്ത് അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ വേറൊന്നും ചിന്തിക്കേണ്ടതായിട്ടില്ല. നേരെ തിരിച്ച് വീഡിയോ കോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് ചെയ്തതാണെങ്കിലും അതുകൂടാതെ തന്നെ അങ്ങോട്ട് ടെലഗ്രാം സീക്രട്ട് ചാറ്റിലേക്ക് വാ എന്ന് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ തെറ്റ് തന്നെയാണ്. നേരെ തിരിച്ച് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ വിളിച്ചു കഴിഞ്ഞു, ഇതൊക്കെ ഒരു തെറ്റായിട്ട് എന്തിനാ വെറുതെ കാണുന്നത്? നിങ്ങളുടെ കുഴപ്പമാണ്, നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പമാണ് എന്നുള്ളതാണ്. ഇവിടെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ കൊണ്ടാടിയതാണ്, നമ്മൾ എല്ലാവരും കണ്ടതാ. ഹൂ കെയേഴ്സ് അല്ലെ? ഇവര് പേരൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഹൂ കെയേഴ്സ്. ഒരു യുവ നേതാവാണ്, ഹൂ കെയേഴ്സ്. ഇതിങ്ങനെ പറഞ്ഞ് എന്തായിരുന്നു അല്ലേ? ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസുകൾ ഒരുപാട് വന്നല്ലോ അല്ലെ? ഇതിലെല്ലാ കേസുകളും മാനിപ്പുലേറ്റഡ് ആണ് എന്നും അതൊക്കെ ലോക്കാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ കേസുകളിലൊക്കെ അതിജീവിതമാർ എന്ന് പറയുന്ന ആളുകളൊക്കെ വിവാഹം കഴിച്ച ആളുകളാണ്. ഈ വിവാഹം കഴിച്ച് സ്വന്തം ഭർത്താവിനെ ചതിക്കുന്നവരൊക്കെ അതിജീവിത എന്ന് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇനി ഈ വിഷയത്തിലേക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ താങ്കൾ തയ്യാറായത് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടികളും കേൾക്കുമ്പോൾ വിശേഷമായി. ഇത് വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതായത് ഒരു വിസിൽ ബ്ലോവറെ കുറിച്ചാണ് കോൺഗ്രസിൻ്റെ ഒരു വനിതാ നേതാവ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു താങ്കൾക്ക് 100% ബോധ്യമുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 100% ബോധ്യമുണ്ട്, തീർച്ചയായിട്ടും ബോധ്യമുണ്ട്. സ്വാഭാവികമായിട്ട് ഈ അഭിമുഖം കേൾക്കുന്ന ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാകും, എങ്ങനെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് ഇങ്ങനൊരു ബോധ്യമുണ്ടാവുക? ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച് ബോധപൂർവം യാത്ര ചെയ്തിരുന്നു, അല്ലെങ്കിൽ അവർ ആ നിലപാട് പിന്നീട് വിജയിപ്പിച്ചെടുക്കാൻ നടത്തേണ്ടി വരുന്ന യുദ്ധങ്ങൾ. അപ്പം അങ്ങനെയുള്ളപ്പോൾ സഹോദരിമാർക്ക് നിലപാടെടുക്കുകയാണ് എന്ന് കണ്ണിൽ പൊടിയിടുന്ന ഒരു വാചകവുമായി മുന്നോട്ട് വരികയാണ് എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കേണ്ടി വരില്ലേ? രാത്രി 12 മണി കഴിഞ്ഞ് തന്നെ 24 മണിക്കൂറിനകം തനിക്ക് 24 മണിക്കൂർ കൊണ്ട് തന്നെ തന്നോട് മോശമായി പെരുമാറിയ ആളാണ് എന്ന് ആധികാരികമായി പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറയുമ്പോൾ പിന്നെ നിങ്ങൾ എന്തിനായിരുന്നു രാത്രി കാലങ്ങളിൽ ആ വ്യക്തിയെ വീഡിയോ? ഞാൻ ചോദിക്കുന്നതാണ്, ആ ഭാഗം പിടികിട്ടി. പക്ഷെ അതെങ്ങനെ
താങ്കൾക്ക് എങ്ങനെ അതിനെക്കുറിച്ച് ഇത്ര ഉത്തമ ബോധ്യമുണ്ടായി എന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ ഒരു വിഷയത്തിൽ അതിലേക്ക് പറയാണ്, ഞാൻ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഉത്തരവാദിത്തമാണ് അതിനെക്കുറിച്ചുള്ള വാസ്തവം അറിഞ്ഞതിന് ശേഷം മാത്രമേ പ്രതികരിക്കാവൂ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ വിഷയത്തില് അത് കൃത്യമായി അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അല്ലെങ്കിൽ അങ്ങനെ ഉറക്കെ ഉച്ചത്തിൽ ജനങ്ങൾ കേൾക്കുന്ന രീതിയിലൊരു ഇന്റർവ്യൂവിൽ അകത്ത് വന്ന് പറയണമെങ്കിൽ ചുമ്മാ ഒരു തള്ളു തള്ളാൻ ഇത് മറ്റേ ചേച്ചി അല്ലല്ലോ, ഇത് ഈ ചേച്ചിയല്ലേ, അല്ലേ? എനിക്ക് മോശപ്പെട്ട രീതിയിൽ മെസ്സേജുകൾ അയച്ച വ്യക്തിയാണ്, ആളുടെ പേരൊന്നും പറയുന്നില്ല, ഒരു യുവ നേതാവാണ്, ഹൂ കെയേഴ്സ്. ഇതാ പറഞ്ഞത്. രാത്രി 12 മണിക്ക് ശേഷമൊക്കെ അങ്ങോട്ട് വീഡിയോ കോൾ ചെയ്യുക, ടെലഗ്രാമിൽ പേഴ്സണൽ ചാറ്റിലേക്ക് വാ എന്നൊക്കെ വിളിക്കുന്നതിനെ നമ്മളിത് എന്ത് പറഞ്ഞാലും പ്രശ്നമാണേ, അതാണ് കുഴപ്പം. അതല്ലാതെ ഒരു മിയറായിട്ട് എനിക്ക് ചുറ്റും വരുന്ന വിഷയങ്ങളിലൊക്കെ അഭിപ്രായം പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ ആധികാരികതയോടുകൂടി സംസാരിക്കരുത്, അത് പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ എനിക്ക് ഒരു വിഷയത്തിൽ ആധികാരികതയോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഈ അറിവ് ലഭിക്കുവാൻ വേണ്ടി എന്തൊക്കെ സ്വാഭാവികമായിട്ടുള്ളൊരു എൻക്വയറി ഉണ്ടാകാൻ പാടുണ്ടോ, ഉറപ്പായിട്ടും എനിക്ക് അത് നടത്തേണ്ടതായിട്ടുണ്ട്. അത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വെള്ളപൂശാനാണ് ഈ വാക്കുകൾ ഉപയോഗിച്ചത് എന്ന് പല ആളുകൾ പറയുന്നുണ്ടാകാം. പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ കോളിന്റെ കാര്യം പറയുന്നു, ഒരു മെസ്സേജിന്റെ കാര്യം പറയുന്നു, ടെലഗ്രാമിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ ഇതൊക്കെ തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമല്ല. കാരണം ഇതൊക്കെ പ്രശ്നമാവാൻ സാധ്യതയുള്ള വിഷയങ്ങളാണ്. അങ്ങനെ ചുമ്മാതെ അങ്ങ് വന്ന് തള്ളിപ്പോവേണ്ട ഒരു കാര്യമല്ലേ ഇത്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കിടക്കുന്ന കേസുകളിലൊക്കെ ആൾക്ക് ജാമ്യം കിട്ടും. വളരെ സിമ്പിളായിട്ട് ഊരിപ്പോരാൻ കഴിയുന്ന വിഷയങ്ങൾ തന്നെയാണെന്നുള്ളതാണ്. ഇവിടെ ഒരു അതിജീവിത സ്വന്തം ഭർത്താവിനെ ചതിച്ചുകൊണ്ട്, ഒരു BJP-കാരനെ ചതിച്ചുകൊണ്ട് ഇദ്ദേഹവുമായിട്ട് എന്തൊക്കെയോ നടന്നു. അത് കഴിഞ്ഞ് കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു കേസ് കൊടുത്തു എന്നുള്ളതാണ്. എന്നാൽ അതേ നേതാവ്, BJP നേതാവിന് സ്വന്തം ഭാര്യ തന്നെ ചതിച്ചതിനല്ല വിഷയം, മറ്റൊരാള് വന്നിട്ട് ഭാര്യയെ കൊണ്ടുപോയി എന്നുള്ളതാ വിഷയം. ഇതാണ് ഊളത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വിശ്വാസവഞ്ചന നടത്തിയത് ആരാണെന്ന് വ്യക്തമായിട്ട് ആൾക്കറിയാം. പക്ഷെ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേട്ടം നേടാനുണ്ടാവും, അല്ലെങ്കിൽ അത് പറയില്ല. രാഷ്ട്രീയം തന്നെയാണ് ഇതിന്റെ പിന്നിലൂടെ നടക്കുന്നത് എന്നുള്ളതാണ്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എന്ത് കൺക്ലൂഷനിലാണ് നിങ്ങൾ എത്തിയത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് പറയുന്നത്, അതും കൂടി ഒന്ന് കേൾക്കാം. ഈ മുൻനിര പോരാളികളായിട്ട് അവതരിച്ചുകൊണ്ട് ചില അവതാരങ്ങൾ അങ്ങനെ വരുമ്പോൾ വാട്ട് ഇസ് ദെയർ റിയൽ ഇന്റൻഷൻ, ഒരു ഗ്രഡ്ജ് തീർക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാറുണ്ട്. വളരെ മുഖസൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി, ഒരാളുടെ കണ്ണിൽ മറ്റൊരാൾക്ക് സൗന്ദര്യമുണ്ടെന്ന് തോന്നുക, ഒരുപക്ഷെ ഇഷ്ടം തോന്നുക, അങ്ങനെ ഒരാളെ പ്രപ്പോസ് ചെയ്യുക, പ്രണയാഭ്യർത്ഥന നിരസിക്കുന്ന ഒരു സാഹചര്യം ആ പെൺകുട്ടിക്കുണ്ടായാൽ അവളുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കുക. നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ചിലപ്പോഴെങ്കിലും വളരെ വേദനയോടുകൂടി നമ്മൾ കാണുന്നത്. അതുപോലെയാണ് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു യൂത്ത് ഐക്കൺ എന്ന് കേരളത്തിലെ യുവജന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാം കൂടി നോക്കുമ്പോൾ പോലും ഒരു യൂത്ത് ഐക്കൺ ആയിട്ട്, ഒരു സെലിബ്രിറ്റി ഇമേജ് ഉള്ള, ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയുടെ ഏറ്റവും വലിയ മുഖമായി, ഒരു പോരാളിയായി സമൂഹം വിലയിരുത്തുന്ന ഒരു വ്യക്തി. അങ്ങനെ ഒരാളോട് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു താല്പര്യം, ആരാധന, പ്രണയമൊക്കെ പലർക്കും തോന്നിയേക്കാം, അത് സ്വാഭാവികമായേക്കാം, മേ ബി. പക്ഷെ അങ്ങനെ ഒരാളെ നമ്മൾ അങ്ങോട്ടേക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച്, അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്ത്, അങ്ങോട്ടേക്ക് ആ സമയത്തെല്ലാം കോളുകൾ ചെയ്ത്, അങ്ങോട്ടേക്ക് പ്ലീസ് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ്, ദാറ്റ്സ് നോട്ട് എ സിമ്പിൾ മെസ്സേജ്. അങ്ങനെയൊക്കെയുള്ള മെസ്സേജുകൾ അയച്ചുകൊണ്ട് ഒടുവിൽ താൻ അവഗണിക്കപ്പെടുന്നു എന്ന് കാണുമ്പോൾ ഒരു മോഹഭംഗവും നിരാശയുമാണോ, അതിന്റെ പേരിൽ ഒരു പകപോക്കലും പ്രതികാര നടപടിയുമാണോ സഹോദരിമാർക്ക് വേണ്ടിയിട്ടുള്ള ഈ നിലപാട് എന്ന് സ്വാഭാവികമായും തോന്നുന്ന സംശയം എല്ലാ മനുഷ്യർക്കും തോന്നും. ഈ വിഷയം ആ സംശയം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോ വല്ല വ്യക്തമായിട്ട് ഉണ്ടായി എന്നുള്ളതാണ്. തന്നെ തഴഞ്ഞത് കൊണ്ട് അവർ ആ രീതിയിലാക്കിയതാണോ എന്ന സംശയം തന്നെയാണ് നിഴലിൽ ഉദിക്കുന്നത്, അല്ല എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ആ സാധനത്തിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അങ്ങോട്ട് കയറിയിട്ടാണ് പല ആളുകളും മെസ്സേജ് അയച്ചിട്ട് വളച്ചിട്ടുള്ളത്. കല്യാണം കഴിഞ്ഞ കുറെ എണ്ണമാണ് ഇതിനൊക്കെ പിന്നാലെ നടക്കുന്നത് എന്നുള്ളതാണ്. അതായത് അപ്പുറത്ത് നടക്കുന്നില്ല, ഇപ്പുറത്തെങ്കിലും നടക്കട്ടെ എന്ന ആഗ്രഹത്തോടു കൂടി ചെയ്താന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായിട്ടും ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. അയാളെ അങ്ങോട്ട് ക്ഷണിക്കപ്പെട്ട ആള് പോയതാണ്, ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതല്ല, അയാളെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തു. എല്ലാവരും ഭർത്താവിനെ ചതിച്ചുകൊണ്ടാണ് ഈ വിളിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഒരാളെ മാത്രം കുറ്റം പറയുക? ഇവിടെ രണ്ടുപേരെയും കുറ്റം പറയേണ്ടതായിട്ടുണ്ട്. ഇനിയും ഫേക്ക് കേസുകളുടെ എണ്ണം കൂടി വരെ ഇലക്ഷൻ എടുത്തു. അത് ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഇപ്പൊ പറഞ്ഞ കേസുകളൊക്കെ മനഃപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഈ വിഷയത്തിൽ ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഇനിയും വരാനുള്ള സാധ്യതകളൊക്കെ ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. എന്താലേ, എന്നാലും എന്റെ റിനിമോളെ, എന്തിനാടോ രാത്രി 12:30 ശേഷം ഒരാളെ വീഡിയോ കോൾ ചെയ്തേ? ടെലഗ്രാമിലേക്ക് വായു, നമുക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാം എന്നൊക്കെ പറയും. എന്തിനാ? അവഗണിച്ചപ്പോ അങ്ങ് ഇറങ്ങിയതാണോ? ചോദിക്കട്ടെ കേട്ടോ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ സിമ്പിൾ ആയിട്ട് ഇത് ഊരി വരും. തെറ്റ് ചെയ്തവനെ പേടിക്കേണ്ടതായിട്ടുള്ളൂ. ഇവിടെ തെറ്റ് ചെയ്തവനുണ്ടെങ്കിൽ അവിടെ ഒരു ചെയ്തവളുണ്ട്. രണ്ടുപേരും ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമാണ്.
ഇതിലേക്ക് ഒരു രാഷ്ട്രീയം വലിച്ചിടേണ്ട കാര്യം പോലും ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. കുറെ ദിവസം ചീഞ്ഞ മുട്ട എറിയാനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടുണ്ട്. സ്വന്തം പാർട്ടിയും അതിന്റെ അപ്പുറം ഊളത്തരം കാണിക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാന്നുള്ളതാണ്. തെറ്റ് ചെയ്തവൻ ആരാണെന്നുണ്ടെങ്കിലും കോടതി ശിക്ഷിക്കട്ടെ, ഇവിടെയുള്ള മാധ്യമ വിചാരണക്ക് വേണ്ടി വിട്ടുകൊടുക്കാതിരിക്കുക. പിന്നെ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വൃത്തികെട്ട അനുഭവം ആരുടെ കയ്യിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഉടനടി പ്രതികരിക്കുക, ഉടനെ തന്നെ കേസ് കൊടുക്കുക, കൃത്യമായിട്ട് ആ രീതിയിൽ മുന്നോട്ട് പോവുക, അത്ര പറയുന്നുള്ളൂ. അതുപോലെ തന്നെ ഫേക്ക് കേസ് കൊടുക്കുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്കും ഒരിക്കൽ ആ പണി അങ്ങ് തിരിച്ചു കിട്ടും. പടച്ച തമ്പുരാന്റെ കയ്യിൽ നിന്നുള്ള ആ ഒരു പണി, അത്രേ ഉള്ളൂ. കുറെ ആളുകൾ ഇതേപോലെ കള്ളക്കേസിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. ഒരുപാട് സ്ത്രീകൾക്ക് നേരെ ഒരുപാട് നാറികൾ വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്തിട്ട് അത് കേസ് കൊടുക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഇങ്ങനെ കുറെ ഫേക്ക് അതിജീവിതമാര് വരുന്നത് കൊണ്ടും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും നേരിനോടൊപ്പം നന്മയോടൊപ്പം നിൽക്കാം. അതില് സ്ത്രീ എന്നോ പുരുഷനെന്നോ ഒരു വേർതിരിവും കാണിക്കേണ്ടതായിട്ടില്ല. നമ്മൾ മനുഷ്യന്മാരുടെ കൂടെ അങ്ങ് നിൽക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇരയാക്കപ്പെട്ട ആളുകളുടെ പേരോ ഫോട്ടോയോ ഒന്നും നമ്മൾ ആരും പറയാനോ കാണിക്കാനോ ഒന്നും പാടില്ല. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ കള്ളപ്പരാതിയിൽ പെട്ടുപോകുന്ന ആണുങ്ങളുടെ ഫോട്ടോയോ പേരോ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വലിച്ചിഴക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. സ്ത്രീകൾക്കുള്ള അതേ സുരക്ഷ ഇവിടെ പുരുഷന്മാർക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. ഷിംജിത എന്ന ആ ഒരു സ്ത്രീയെ കേരള പോലീസ് സ്വന്തം വാഹനത്തിൽ, അവരുടെ പേഴ്സണൽ വാഹനത്തിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീയുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ഞങ്ങളുടെ കടമയാണെന്നാണ് പറയുന്നത്. പിന്നീട് അവരുടെ പേര് പറയുന്നില്ല, അവരുടെ ഫോട്ടോ കാണിക്കുന്നില്ല. എന്തൊക്കെയായിരുന്നു അല്ലേ. നിങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.